ഹായ് ഫ്രണ്ട്സ്, പ്രാദേശിക രാഷ്ട്രീയ കോലാഹലങ്ങളിൽപ്പെട്ട് അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ വാർത്തയുണ്ട്. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഇമ്രാൻഖാനും ഭാര്യയ്ക്കും 17 വർഷം കഠിന തടവ് പാകിസ്ഥാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഒരേ ഒരു ചോദ്യം മാത്രം, ഒരുപക്ഷെ അയാൾ അധികാരത്തിലായിരുന്നെങ്കിൽ ഈ കോടതി ഇതേ കേസിൽ ഇത്തരം ഒരു വിധി പറയുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇംഗിതമനുസരിച്ചാണ് ജഡ്ജിമാർ വിധി പ്രസ്താവിക്കുന്നത്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കോടതികൾ, വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലും ഇത് തന്നെയല്ലേ കുറെ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ എല്ലാ ജഡ്ജിമാരും റിട്ടയർ ചെയ്തതിനു ശേഷം അവർക്കൊക്കെ നല്ല നല്ല സ്ഥാനങ്ങൾ കൊടുത്ത് ഗവൺമെന്റ് അവരെ ആദരിച്ചു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. എന്തെങ്കിലും പ്രതിഫലം ലഭിക്കാത്തവർ ആരും തന്നെയില്ല. ഓരോരുത്തരുടെ കാര്യം എടുത്തോ, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വേണ്ടപ്പെട്ടവരെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ വെച്ചിരിക്കുന്നത്. ഈ അടുത്തയിടെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ജഡ്ജിയെ എല്ലാ സീനിയോറിറ്റിയും മറികടന്ന് സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ചു. കാര്യം പറഞ്ഞാൽ കൊളീജിയമാണ് അപ്പോയിന്റ് ചെയ്യുന്നൊക്കെ പറയുമെങ്കിൽ പോലും ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ജഡ്ജിമാര് ഗവൺമെന്റിനെ 100% സപ്പോർട്ട് ചെയ്യും. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിലേക്കൊന്നും പോകണ്ട, കേരളത്തിന്റെ കാര്യം എടുക്കും. നടിയെ ആക്രമിച്ച കേസ് തീർച്ചയായിട്ടും ആ ജഡ്ജി സ്വാധീനിക്കപ്പെട്ടില്ലേ എന്ന് സംശയിക്കാൻ എല്ലാവിധ കാരണങ്ങളുമുണ്ട്. ദിലീപ് എന്ന് പറയുന്ന 8ാം പ്രതി 2 മുന്നണികൾക്കും ഒരേപോലെ വേണ്ടപ്പെട്ടവനാണ്. എല്ലാവർക്കും പണം വാരി വാരി കൊടുക്കുന്നു. അപ്പൊ അയാളെ സപ്പോർട്ട് ചെയ്യാന് 2 മുന്നണികളും മത്സരിക്കുകയായിരുന്നു. ഈ അടുത്തിടെ മുഖ്യമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഒരു പ്രസിദ്ധ സിനിമ നടിയെ ക്ഷണിക്കുകയും കൂടെ ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു. പറച്ചിലേ ഉള്ളൂ. കേസിന്റെ നാളുവഴികളിൽ വേണ്ട സപ്പോർട്ട് അവർ കൊടുത്തിരുന്നത് സംശയമാണ്. ഒരേ ഒരു കാര്യം മാത്രം എടുക്കുക, ശ്രീമതി ബി സന്ധ്യ IPS ലഭിക്കേണ്ടിയിരുന്ന പല സ്ഥാനങ്ങളും ലഭിക്കാതെ പോയത് ദിലീപിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി വലതുപക്ഷത്തേക്ക് വന്നാൽ വിധി പ്രസ്താവന വന്ന അതേ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ സതീശൻ പറഞ്ഞ എന്താ, ദിലീപിനെ ശിക്ഷിക്കണമെന്ന് പറയാനാവുകയില്ല എന്നാണ്. ശ്രീമാൻ അടൂർ പ്രകാശ് പറഞ്ഞത് ദിലീപിന് നീതി കിട്ടിയെന്നാണ്. അപ്പോ അതിജീവിതയ്ക്കോ അവർ നീതി അർഹിക്കുന്നില്ലേ? ഇനി ഓരോരോ UDF നേതാക്കന്മാര് എന്തെല്ലാം പറഞ്ഞു പിന്നെ പിൻവലിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 2 മുന്നണികൾക്കും വേണ്ടപ്പെട്ട ഏവർക്കും സ്വീകാര്യനായ കൈനിറയെ കാശുള്ള ദിലീപിനെതിരെ ഒരു വിധി പറയാൻ ന്യായാധിപൻ മടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കൂട്ടബലാത്സംഗ കേസിന് മിനിമം ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമാണ്. 1-2 വർഷം മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ദിലീപിന് ശിക്ഷ ലഭിക്കുമായിരുന്നു. 20 വർഷം എന്ന് പറയുന്നത് ദിലീപിന് നൽകുവാനായി ആ ന്യായാധിപന് മടിയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം തെളിവുകളുണ്ടായിരുന്നു. തെളിവില്ല എന്നും പറഞ്ഞു കളയരുത്. എല്ലാവരും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും അയാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടു. കേസ് ഇവിടെ അവസാനിക്കുന്നില്ല, അങ്ങ് നീളുകയാണ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ. പക്ഷേ അത്രയും കാലം ആർജവത്തോടെ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർ കഴിയുമെന്നുള്ളതാണ് വീരുന്ന ചോദ്യം എന്ന് പറയുന്നത്. വീണ്ടും നമ്മുടെ ചർച്ചാ വിഷയമായ പാകിസ്ഥാനി മുൻ പ്രസിഡന്റിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ഓർക്കണം, ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ശക്തമായ വിധി പറഞ്ഞ ഒരുപാട് ജഡ്ജിമാർ മുൻപുണ്ടായിരുന്നു. ഒന്നും വേണ്ട, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന മഹാമാരണം പ്രഖ്യാപിക്കാൻ കാരണം എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ പോലും വിധി പ്രസ്താവിക്കാൻ ശക്തിയുള്ള, ആർജവമുള്ള, നട്ടലുള്ള ജഡ്ജിമാർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ത്യയില്. ഇപ്പൊ ഉണ്ടോ? ഇല്ല. എല്ലാവരും ആജ്ഞാനുവർത്തികളാണ് ജഡ്ജിമാർ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ ഒരു വശത്തേക്ക് തിരിയുകയല്ലേ, ഏകപക്ഷീയമായി പോവുകയല്ലേ എന്ന് പല വിധിന്യായങ്ങളും കാണുമ്പോൾ സംശയം തോന്നിപ്പോവും. അതേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ തെളിവൊന്നുമില്ല. പക്ഷേ വിധിന്യായങ്ങളെ പറ്റി വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അടുത്തിടെ വരുന്ന എല്ലാ വിധിന്യായങ്ങളും ഗവൺമെന്റിനെ അനുകൂലിക്കുന്നതാണ് എന്നാണ്. ആരോട് പറയാൻ ഒരു കാര്യവുമില്ല. താങ്ക് യു.